മോശ ഈജിപ്തിലേക്ക്. വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 18 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. മോശ ഈജിപ്തിലേക്ക്. മോശ അമ്മായപ്പനായ ജത്രോയുടെ അടുക്കൽ തിരികെ ചെന്ന് പറഞ്ഞു, ഈജിപ്തിലുള്ള എൻ്റെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുന്നതിന് അങ്ങോട്ട് മടങ്ങിപ്പോകാൻ എന്നെ അനുവദിക്കണം. ജത്രോ പറഞ്ഞു, നീ സമാധാനത്തോടെ പോവുക. മിദിയാനിൽ വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോവുക. നിന്നെ കൊല്ലാൻ കാത്തിരുന്നവർ മരിച്ചു കഴിഞ്ഞു. മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു. അവൻ ദൈവത്തിൻ്റെ വടിയും കയ്യിലെടുത്തു. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് മടങ്ങുകയാണ്. അവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക് വശമാക്കി തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ ഫറവോയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കണം. എന്നാൽ ഞാൻ അവനെ കഠിനചിത്തനാക്കും. അവൻ ജനത്തെ വിട്ടയക്കുകയില്ല. നീ ഫറവോയോട് പറയണം, കർത്താവ് പറയുന്നു, ഇസ്രയേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദിജാതൻ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക. നീ അവനെ വിട്ടയക്കുന്നില്ല എങ്കിൽ നിന്റെ പുത്രനെ, നിന്റെ ആദിജാതനെ തന്നെ ഞാൻ വധിക്കും. യാത്രാമധ്യേ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ വധിക്കാൻ ഒരുങ്ങി. ഉടനെ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ പുത്രൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു. അതുകൊണ്ട് മോശയുടെ പാദങ്ങളിൽ സ്പർശിച്ചിട്ട് അവൾ പറഞ്ഞു, നീ എനിക്ക് രക്തഭർത്താവാകുന്നു. അപ്പോൾ അവിടുന്ന് അവനെ വിട്ടുപോയി. അവൾ പറഞ്ഞു, പരിച്ഛേദന നിമിത്തം നീ എനിക്ക് രക്തഭർത്താവാകുന്നു. കർത്താവ് അഹ്റോനോട് പറഞ്ഞു, നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക. അതനുസരിച്ച് അഹ്റോൻ പോയി ദൈവത്തിൻ്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു. തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ഭാരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹ്റോനോട് വിവരിച്ചു പറഞ്ഞു. അനന്തരം മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി. കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹ്റോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുൻപിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ജനം വിശ്വസിച്ചു. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു.